പിറവത്ത് ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്കാസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാരുണ്യ ചികിത്സാ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. പിറവം നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ജൂലി സാബുവിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചടങ്ങിൽ പിറവം നഗരസഭാ പരിധിയിൽ വരുന്ന 450ഓളം രോഗികൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകളുടെയും സാമ്പത്തിക സഹായങ്ങളുടെയും വിതരണം നിഷ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പിറവം നഗരസഭയിലെ 27 ആശാ വർക്കർമാരെ ഫോമയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്കാസ് പ്രസിഡന്റ് ബേബി മണക്കുന്നലിന്റെ നേതൃത്വത്തിലാണ് ഫോമയുടെ കാരുണ്യ ചികിത്സാ സഹായ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരള ലേബർ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കാരുണ്യ ചികിത്സാ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ബുദ്ധിമുട്ട് മറ്റൊരാളുടെ ബുദ്ധിമുട്ടാവണമെന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് പല ആൾക്കാരും നമുക്ക് സൂക്കേടുകളുണ്ടാവും, നമുക്ക് പല വേറെ വിധത്തിലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലുണ്ടാവുന്നതിന്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ആ ജീവിതം ബുദ്ധിമുട്ടായി മാറും. നമ്മൾ അന്യോന്യം നിന്നത് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർത്ത് നിൽക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയോ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നമ്മൾ കാണുന്ന ഒരു സൂക്കേട് സത്യം പറഞ്ഞാൽ വലിയൊരു സൂക്കേടല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സയന്റിഫിക്കലി നമ്മൾ അത്രയും മെഡിക്കലി നമ്മൾ അത്രയും മുന്നോട്ട് പോയി കഴിഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ഭരണഘടനയെ പറ്റി പറയുന്ന സമയത്ത് വക്കീലന്മാരോട് കൂടുതൽ പറയുകയും ഭരണഘടന എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്. ഭാരതീയരായിട്ട് ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്, അതായത് ജീവിക്കുവാനുള്ള റൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റലാണ്, അത് ഏറ്റവും അമൂല്യമാണ്. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, ജീവിക്കാനുള്ള ഒരു റൈറ്റ് സംസാരിക്കുന്ന സമയത്ത്, ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് നിൽക്കുന്ന സമയത്തും അതും ഒരു ഫണ്ടമെന്റൽ റൈറ്റായി മാറും. നല്ലൊരു ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിറവം ഹോളി കിങ്സ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പിറവം നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് നിർത്തുമ്പോഴാണ്, വേദനയുള്ളവരെയും രോഗമുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തുമ്പോഴാണ് ജനപ്രതിനിധികൾ എന്ന നിലയിലും സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിലൊക്കെ നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ക്യാൻസർ രോഗികളെയും അത്തരത്തിലെ കിഡ്നി പേഷ്യൻസിനെയൊക്കെ അവരെല്ലാം നമ്മുടെ നഗരസഭ പരിധിയിൽ നിന്നൊക്കെ ചേർത്ത് നിർത്തി ഇവിടെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത്, ആദരവുകൾ അർപ്പിക്കുന്നുണ്ട് ആശാപ്രവർത്തകർക്ക്. അതുപോലെ തന്നെ കുട്ടികൾക്ക്, കുട്ടികൾക്ക് ആദരവ് കൊടുക്കുന്നുണ്ട്. പിറവം നഗരസഭാ പരിധിയിൽ വരുന്ന 450ഓളം രോഗികൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകളുടെയും സാമ്പത്തിക സഹായങ്ങളുടെയും വിതരണോദ്ഘാടനം നിഷ ജോസ് കെ മാണി നിർവഹിച്ചു. മുൻ നഗരസഭാ ചെയർമാനും ഫോമിയുടെ കേരള കൺവെൻഷൻ സംഘാടകനുമായ സാബു കെ ജേക്കബ്, മുൻ MLA-മാരായ VJ പൗലോസ്, MJ ജേക്കബ്, പിറവം നഗരസഭ വൈസ് ചെയർമാൻ KP സലീം, ഹൈക്കോടതി മീഡിയേറ്റർ അഡ്വക്കേറ്റ് ചിൻസി ഗോപകുമാർ, ഖാദി ബോർഡ് അംഗം K ചന്ദ്രശേഖരൻ, മുൻ നഗരസഭാ അധ്യക്ഷ ഏലിയാമ്മ ഫിലിപ്പ്, ഡോക്ടർ ബേബി പോൾ, രേണു സൂസൻ തോമസ്, ഫോമ പ്രതിനിധി ലാലി കളപ്പുരക്കൽ, ഡോക്ടർ AC പീറ്റർ, ഡോക്ടർ സുഷൻ PK, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK പ്രകാശ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് MT പൗലോസ്, സോമൻ വല്ലയിൽ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു പാണക്കാട്ട്, മുൻ കൌൺസിലർ സോജൻ ജോർജ്, കുര്യൻ പുളിക്കൽ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ PK പ്രസാദ്, ജബർ മാത്യു, ടോണി ചെട്ടിയാക്കുന്നിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മികച്ച സംസ്ഥാന കർഷകനായി 2025 തിരഞ്ഞെടുത്ത മോനു വർഗീസ് മാമനും ലഹരി വിരുദ്ധ പ്രവർത്തകൻ ബേബി കാളിയമ്പുറത്തിനും പിറവത്ത് ഫോമ നടത്തിയ അമൃത മെഗാ മെഡിക്കൽ ക്യാമ്പുമായി സഹകരിച്ച സ്വകാര്യ കോളേജുകൾക്കും മറ്റ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവാർഡുകൾ നൽകി ആദരിച്ചു. ചടങ്ങിൽ പിറവം നഗരസഭയിലെ 27 ആശാ വർക്കർമാരെയും ഫോമയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി. ന്യൂസ് ബ്യൂറോ, പിറവം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,